തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു എന്ന റെക്കോർഡ് മറികടക്കാൻ നരേന്ദ്രമോദി തയ്യാറെടുക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് മോദി മറികടക്കാൻ തയ്യാറെടുക്കുന്നത്. ജൂൺ 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റെക്കോർഡ് സ്വന്തമാക്കും. പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി 4399 ദിവസങ്ങൾ ജൂൺ 10 മോദി പൂർത്തിയാക്കും. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് മോദി മറികടക്കുന്നത്. 47 ഓഗസ്റ്റ് 15 നെഹ്റു പ്രധാനമന്ത്രിയാകുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിലൂടെ ആദ്യ ലോക്സഭ നിലവിൽ വരുന്നത് 52 ഏപ്രിൽ 17 തുടർന്ന് പ്രധാനമന്ത്രിയായി 52 മെയ് 13 ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്തു. 64 മെയ് 27 മരിക്കുന്നതുവരെ തുടർച്ചയായി 4398 ദിവസമാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദം വഹിച്ചത്. 2014 മെയ് 26 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത്. ഈ ഒരു വാർത്തയ്ക്ക് പലതരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ദിവസത്തിലല്ല പ്രത്യേകത, വളരെ കുറച്ച് ദിവസം പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നാലും അത് നല്ല രീതിയിൽ രാജ്യത്തെ നയിക്കുകയും രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും രാജ്യത്തെ പുരോഗതിയിലേക്ക് മുന്നോട്ട് ആനയിക്കുകയും ചെയ്യുകയാണ് ആവശ്യം എന്ന് പറയുന്നവരുണ്ട്. ഇത്രയും കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നതുകൊണ്ട് രാജ്യത്തിനുണ്ടായ ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നവരുണ്ട്. ദോഷങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ രാജ്യത്തിന് നേരിട്ട തിരിച്ചടികളെക്കുറിച്ച് പറയുന്നവരുണ്ട്. ശരിക്കും എണ്ണത്തിലോ അല്ലെങ്കിൽ ദിവസങ്ങളിലോ ഒന്നുമല്ല കാര്യം. ചെയ്യുന്ന ജോലി ഏറ്റവും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും രാജ്യത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്തു തീർക്കുക എന്നതാണ് എന്ന് ചില നിരീക്ഷകർ വിലയിരുത്തുന്നു. പുതിയ റെക്കോർഡ് സ്വന്തമാക്കുമ്പോൾ മോദി ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ സമയം വിദേശ രാജ്യങ്ങളിലാണ് ചെലവഴിച്ചത് എന്ന് വിമർശിക്കുന്നവരുമുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇന്ത്യ എന്ന സ്വത്വം എന്ന ഐഡന്റിറ്റി 2014 മുതൽ 2026 ഈ ജൂൺ മാസം വരെയുള്ള ഈ 12 വർഷത്തെ കാലയളവിൽ ഇന്ത്യ എന്ന സ്വത്വം വളരെയധികം മുമ്പോട്ട് പോയിട്ടുണ്ട് എല്ലാ മേഖലകളിലും എന്ന് റിപ്പോർട്ടുകളും തെളിവുകളും സൂചിപ്പിക്കുന്നു. ഇന്ത്യ ഇന്ന് ഒരു ലോകൈക ശക്തിയായി എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ, അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ തന്നെ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇന്ത്യയുടേതായ വികസനം ഇന്ത്യയിൽ തന്നെ നടപ്പാക്കി ഒരു മാതൃക കാണിച്ച വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. അഭിപ്രായങ്ങൾ പലതും പല രീതിയിൽ വന്നേക്കാം, വിമർശനങ്ങൾ വന്നേക്കാം. പക്ഷേ അതിനെയൊക്കെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിട്ട് രാജ്യത്തെ ജനങ്ങളെ സേവിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നവരുമുണ്ട്. പുതിയ റെക്കോർഡ് ഈ 10-ാം തീയതി മോദി സ്വന്തമാക്കുമ്പോൾ അതൊരു ചരിത്ര നിമിഷമാകും എന്നതിൽ തർക്കമില്ല. ഇത്രയും കാലം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലം ഒരേ രീതിയിൽ തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിൽ ഒരു വ്യക്തി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അദ്ദേഹത്തിന് തുടർന്നും പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാൻ ആശംസകൾ നേർന്നുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് പലരും കമൻറ്റുകളും അതുപോലെ തന്നെ വിഷുകളും ഒക്കെ തന്നെ ആശംസകളും ഒക്കെ തന്നെ അറിയിക്കുന്നത്. അപ്പോൾ ജൂൺ 10 ഒരു വലിയ റെക്കോർഡ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തമാക്കുകയാണ്. തുടർച്ചയായി 4399 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി മറികടക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ പഴയ റെക്കോർഡ്.